വിസ്മയങ്ങളുടെ ആരാമത്തിലേക്ക്, കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടായ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. Cutie the Beauty Soap Top Singer powered by Lion Cashmere Honey. Cosmetic partner Itex Dazzler Luminous Liquid Makeup. കേൾക്കാൻ കാത്തിരിക്കുന്ന പാട്ടുപോലെ കാണാൻ കാത്തിരിക്കുന്ന സ്നേഹ സാന്നിധ്യം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് MG സർ, MJ സർ, സിതാര ചേച്ചി, നമ്മുടെ പ്രിയപ്പെട്ട അതിഥി ഉർവശി ചേച്ചി, കുട്ടിപ്പാട്ടുകാരെ പോലെ പ്രേക്ഷകരുടെ മനം കവർന്ന ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്, വെൽക്കം. അപ്പം ഇനി വരാൻ പോകുന്നത് ഒരു സുന്ദരി കുട്ടിയാണ്. സോ ലെറ്റ് മീ വെൽക്കം തീർത്ഥ ഫ്രം മലപ്പുറം. എന്തൊക്കെയുണ്ട് വിശേഷം? പറയൂ. നല്ല വിശേഷം. നല്ല വിശേഷം. എന്താ നല്ല വിശേഷം? നല്ല വിശേഷം എന്ന് പറഞ്ഞാൽ ടോപ്പ് സിംഗറിൽ വന്ന് സെലക്ട് ആയി. അപ്പോൾ എല്ലാവരും നല്ല നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും ഒരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് വളരെ ബോൾഡാണ്. ബോൾഡായിട്ട് സംസാരത്തിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. അത് ദാറ്റ്സ് വെരി ഗുഡ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട അത് കയ്യടി കൊടുക്കണം. നല്ല ബോൾഡായിട്ട് കാര്യങ്ങൾ പറയുകയും സംസാരിക്കുകയും അത് ക്ലാരിറ്റി ഉണ്ട്. പറയുന്ന കാര്യത്തിന് ക്ലാരിറ്റി ഉണ്ട്, എക്സ്പ്രഷൻ ഉണ്ട്. വെരി ഗുഡ്. പാട്ടിലും അത് തന്നെ വരട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഏത് പാട്ടാണ്? ഞാൻ ഇന്നെനിക്ക് പൊട്ടുകുത്താൻ. ആഹാ, അഗൈൻ ദേവരാജ് മാസ്റ്റർ. അപ്പോൾ നമുക്ക് റിഹേഴ്സൽ റെഡി അല്ലേ? നോക്കാം. ശ്രുതി എന്താണ്? നല്ല ശ്വാസം എടുത്തിട്ട് വേണം ആദ്യമേ തുടങ്ങാൻ. ഒന്നുകൂടെ നല്ല ശ്വാസം എടുത്തിട്ട്. ഓക്കെ. ദേവരാജൻ മാസ്റ്റർ ഇറ്റ്സ് റൗണ്ടിൽ ഞാൻ ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞ സിനിമയിലെ മാധുര്യമ്മ പാടിയ ഇന്നെനിക്ക് പൊട്ടുകുത്താന്ന് പറഞ്ഞ പാട്ടാണ്. പിന്നെ ഗ്രൂമിങ് സെക്ഷനിൽ സാറ് പറഞ്ഞു ഉച്ചാരണം കുറേ ശരിയാക്കണം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ നല്ല ഫീല് കൊടുത്ത് പാടണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പാടാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എനിക്കാണ്. മോളെ വളരെ റിലാക്സ് ആയിട്ട് ഒന്ന് പാടാൻ കേട്ടോ. പേടിയൊന്നും വേണ്ട കേട്ടോ. എല്ലാവരും പ്രോത്സാഹിപ്പിക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ആഡ്ലിപ്പല്ലേ? റെഡി? മ്യൂസിക് റെഡി? സ്റ്റാർട്ട്. സന്ധ്യകൾ ചാലിച്ച
നിസ മരി പമ പ നിദ നി നി സ നി രെ ഗമരി സ നി സ നി ധ നി നി സ നി പമ പ ഗമരി മരി പമ നിദ നി സ മരി പ ഗമരി സ രി രെ നി സ രി സ നി പമ പ നി ധ നി നി സ പ നി ധ നി നി സ പ നി ധ നി നി സ ഇന്നിനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം ഇന്നിനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട് സബാഷ്. എങ്ങനെ ഉണ്ടായിരുന്നു പാടിക്കഴിഞ്ഞപ്പോ? കുഴപ്പമില്ലാന്ന് തോന്നി. എനിക്ക് തോന്നുന്നു ജഡ്ജസും ഓഡിയൻസും പ്രേക്ഷകരൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തു എന്ന്. അപ്പൊ ഞാൻ ഇനി കൂടുതലൊന്നും പറഞ്ഞ് വിഷമിക്കുന്നില്ല, നമുക്ക് നേരെ ജഡ്ജസിലോട്ട് തന്നെ പോവാം. ഓക്കെ, ഈ കുഴപ്പമില്ലാന്ന് തോന്നി എന്ന് പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതൊരു വലിയൊരു സൈനാണ്. എന്തെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. ഒരു ഗുരുവും ഒരു ശിഷ്യനുണ്ടായിരുന്നു. അപ്പോൾ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഗുസ്തിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം ശിഷ്യനാവാൻ വന്ന ആളോട് ചോദിച്ചു, എത്ര പേര് വന്നാൽ മത്സരിക്കാൻ പറ്റും ചോദിച്ചു. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഒരു 10 പേര് വന്നാൽ ഞാൻ ഈസി ആയിട്ട്. അപ്പോൾ 10 പേര് വന്നപ്പോഴത്തേക്കും മത്സരിച്ചപ്പോഴത്തേക്കും ഇയാൾ ആദ്യം തന്നെ ഒരു ഇടി തന്നെ താഴെ വീണു. അത് കഴിഞ്ഞ് 5 മാസം പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഗുരു ചോദിച്ചു, ഇനി എത്ര പേര് വന്നാൽ മത്സരിക്കാൻ പറ്റും? അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഒരു 5 പേര് വന്നാൽ അടുത്ത മത്സരമായി, രണ്ടാമത്തെ ഇടി തന്നെ താഴെ വീണു. അങ്ങനെ മാസങ്ങൾ പോയതിനു ശേഷം ഗുരു ചോദിച്ചു, ഇനി എത്ര പേര് വന്നാൽ മത്സരിക്കാം? അപ്പോൾ പറഞ്ഞു, കഷ്ടിച്ച് ഒരാൾ വന്നാൽ ചിലപ്പോൾ മത്സരിക്കാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞു. അതാണ്, അപ്പോഴാണ് ഈ ശിഷ്യൻ മെച്ചോർഡായിട്ടെന്ന് ഗുരുവിന് തോന്നിയത്. അപ്പോൾ ഗുരു പറഞ്ഞു, ഇനി നിനക്ക് 100 പേരത്ത് മത്സരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെയാണ്, നമ്മൾ സാറ്റിസ്ഫൈഡ് ആവരുത് ഒരിക്കലും. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആവാതിരിക്കുമ്പോഴാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ദാറ്റ്സ് എ ഗ്രേറ്റ് ക്വാളിറ്റി. സത്യമാണ്, അത് വേണം കേട്ടോ. പാടിയത് വാസ് ബ്യൂട്ടിഫുൾ. വളരെയധികം രസിച്ചിട്ടാണ് ഞാൻ കേട്ടോ. ഒന്നാമത് എൻ്റെ ഗുരുനാഥൻ്റെ പാട്ടാണ്. അപ്പം തന്നെ എനിക്ക് ആ പാട്ടിനോടുള്ള ഇഷ്ടം ഭയങ്കര കൂടുതലാണ്. അതിൻ്റെ കൂടെ മോൾ പാടിയത് കൂടെ കേട്ടപ്പോൾ ഇതുവരെ ആ പാട്ട് കേട്ടതിനേക്കാൾ കൂടുതൽ എന്തോ ഒരു ഇഷ്ടം ഇന്ന് എനിക്ക് തോന്നി എന്നുള്ളത്. ദാറ്റ് ഇസ് ബിക്കോസ് യു സാങ് ഇറ്റ് ബ്യൂട്ടിഫുൾ. ഇന്ന് എനിക്ക് പൊട്ട് കുത്തി, ഇന്ന് ഒരു പുതിയ പൊട്ട് കുത്തി ആ പാട്ടിന്. പുതിയൊരു പൊട്ട്, നല്ല വർണ്ണശബളമായ ഒരു പൊട്ട് അതിന് കുത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് കേട്ടോ.
ഇത് കീപ് ഇറ്റ് അപ്പ് കേട്ടോ. സംസാരിക്കുമ്പോൾ ഉള്ള ബോൾഡ്നെസ്, ചില ഇപ്പൊ ചരണം തുടങ്ങുന്ന ആ പോർഷൻ ഒന്ന് പാടിയേ. ആ സംഗതി അത് കുറച്ചുകൂടെ എംഫാറ്റിക് ആയിട്ട് പാടും, എംഫസൈസ് ചെയ്യും പാടും. അത്തരത്തിലുള്ള കാര്യം ചില സ്ഥലത്തൊക്കെ നമ്മൾ എംഫസൈസ് ചെയ്യണം. നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നില്ലേ, ഇങ്ങനെ പറയണം എന്ന് പറയുന്നത്, ഇങ്ങനെ പറയണം എന്ന് പറയണം കേട്ടോ എന്ന് പറയണം എന്ന് പറയുന്നത് പറയണം, അങ്ങനെ തന്നെ വേണം. അപ്പോൾ ആ എംഫസിസ് വേണം ചില സ്ഥലങ്ങളിൽ, അത് മാത്രം ശ്രദ്ധിക്കുക. ഓൾ ദി ബെസ്റ്റ്. തീർത്ഥ, ഇന്ന് തീർത്ഥയുടെ ദിവസം നന്നായിരുന്നു, ഗംഭീരമായിരുന്നു കേട്ടോ. കാരണം എനിക്ക് പ്രത്യേകിച്ച് ഞാൻ തുടക്കത്തിൽ ഞാൻ വിചാരിച്ചു ഇത് അങ്ങറ്റം വരെ കൊണ്ടുപോകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം വളരെ നന്നായിട്ട് പാടി. കാരണം അതിനകത്ത് എനിക്ക് ഞാൻ നോക്കിയത് നിസ നീത നീ നിസ നീ നീ മാ പഗ അരീസ, അതിൻ്റെ ഹാഫ് നോട്ട്സ് ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അത് വളരെ ശ്രദ്ധിച്ച്, അത് സ്വരത്തിൽ വരുമ്പം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. ആകാരത്തിൽ വരുമ്പോഴത്തേക്ക് മിക്കവാറും ഞാൻ കേട്ടിട്ടുള്ള എല്ലാവർക്കും അവിടെ അങ്ങ് പോവും. ശരിയാണ്. അത് തീർത്ത വളരെ പെർഫെക്റ്റ് ആയിട്ട് അവിടെ പാടിയായിരുന്നു. എനിക്ക് അതിനകത്തൊക്കെ വളരെ സന്തോഷമുണ്ട്. പിന്നെ കുറച്ചുകൂടെ റിലാക്സ് ആവാൻ കേട്ടോ. കാരണം ഇങ്ങോട്ട് വന്ന് ഇപ്പം റിലാക്സ്ഡ് ആയി അല്ലേ? നേരത്തെ എന്തിനാ പേടിക്കുന്നേ? എന്തോ ഒരു പേടി, അറിയില്ല, എന്തോ ഒരു പേടി. അത് വേണ്ട, നീ ആ പേടി ഞാൻ കളഞ്ഞേരും. നന്നായിട്ട് പാടിയിട്ട് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. എനിക്ക് വളരെ എന്താണ് പറയുന്നത്, പാട്ട് ഇന്നെനിക്ക് ഒരു പൊട്ടും കൂടെ കുത്തിയ പോലെ തോന്നി. നേരത്തെ പറഞ്ഞ പോലെ ഗംഭീരമായിരുന്നു, നന്നായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു തീർച്ച. എന്തോ ബ്യൂട്ടിഫുൾ, ഒന്നും കൂടുതൽ പറയാനില്ല കേട്ടോ. അസലായിട്ട് പാടി. ഭയങ്കര ഈ പാട്ടിനൊരു ഗ്രാൻഡിയർ ഉണ്ട്. ഇങ്ങനെ 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 അത് മോള് പാടുമ്പോൾ അതുണ്ടായിരുന്നു. ഭയങ്കര ശ്രദ്ധാപൂർവം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ സാറ് പറഞ്ഞ മാതിരി ആ രണ്ട് നിഷാദമൊക്കെ പാടുമ്പോൾ നല്ല ക്ലീനായിട്ട് പാടി വന്നു. ഹമ്മിങ് മുതൽ അവസാനം വരേക്കും ഒരൊറ്റ ആ ഒരു ഫ്ലോ ഉണ്ടായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. പിന്നെ ഈ എം ജയേന്ദ്രൻ സാറ് പറഞ്ഞ മാതിരി തീർച്ചയ്ക്ക് വളരെ കമ്പോസ്ഡ് ആയിട്ടുള്ളൊരു പെരുമാറ്റമാണ്. എപ്പോഴും ഇങ്ങനെ അധികം എക്സൈറ്റഡ് ആവില്ല എന്നാൽ അത് പക്ഷേ ആ പാട്ടിലും കാണാനുണ്ട്. ആ ഒരു യൂണിഫോമിറ്റി, ശബ്ദത്തിലൊക്കെ നല്ല തെളിച്ചം. ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ, ഭയങ്കര ബ്ലെസ്സഡ് ആയിട്ട് തോന്നി. തീർച്ചയെ പോലെ ഒരു നല്ല മെടുക്കി കുട്ടി ടോപ്പ് സിംഗറിലുള്ളത് ടോപ്പ് സിംഗറിന് എന്തൊക്കെ ഭയങ്കര അസറ്റാണ്. അപ്പോൾ വെരി ഗുഡ്. ഇതേപോലെ മോൾക്ക് നല്ലോണം പാടാൻ പറ്റട്ടെ, ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. മോളെ, എന്തോ എനിക്ക് നന്നായിട്ട് നിന്നെ മനസ്സിലാവും. ഇപ്പം ശ്രീകുമാർ മാഷി ചോദിച്ചില്ലേ പേടിയുണ്ടോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു അകത്തുള്ള സ്റ്റേജിൽ കയറി കഴിയുമ്പോഴുള്ളൊരു ടെൻഷൻ ഉണ്ടല്ലോ, ശരിയാവൂ. അപ്പോൾ ആരെങ്കിലുമൊക്കെ കളിയാക്കുന്നതിനെയൊക്കെ വളരെ ഫീൽ ചെയ്യുന്നൊരു കുട്ടിയാണ് തീർച്ചയായും തോന്നുന്നു, അല്ലേ? അല്ലേ? നിങ്ങൾ ഓരോരുത്തരുടെയും ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് നിങ്ങളുടെ ജഡ്ജസാണ്. നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കഴിവുകൾ ഇന്നറിയാവുന്നവരും അവർ മാത്രമാണ്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളാണ്. അതാണ് കാരണം. നിങ്ങൾ പാടുമ്പോൾ അവരുടെ മുഖത്തുള്ള എക്സ്പ്രഷൻ, ചേച്ചി ഇവർക്കൊക്കെ നമ്മുടെ സ്നേഹമാണ്. സ്നേഹം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അപ്സെറ്റ് ആക്കുന്ന ഒന്ന് മാറ്റി ഒരു തമാശകൾ, അത് ഏറ്റവും കൂടുതൽ ശ്രീകുമാർ മാഷിന്റെ ഒരു എന്താ പറയുന്ന ഒരു സിഗ്നേച്ചറാണത്. കുട്ടികളെ ഒന്ന് കളിപ്പിച്ച് രസിപ്പിച്ച് കൊണ്ടുവരിക. നിങ്ങൾ പാടുമ്പോൾ അവരുടെ മുഖത്താണ് ഞാൻ നോക്കുന്നത്. ഇങ്ങനെ ഒളിച്ച് നോക്കുമ്പം ഭയങ്കരമായിട്ട് അവരപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു മത്സരവേദിയിൽ. എല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇപ്പം റിലാക്സ്ഡ് ആയി, സംഭവം കഴിഞ്ഞപ്പോഴത്തേക്ക് റിലാക്സ്ഡ് ആയി. അപ്പം ഗ്രേഡൊക്കെ പറയാം. അതിനു മുമ്പ് മോളെ ഒന്നുകൂടെ റിലാക്സ്ഡ് ആക്കാൻ, മോൾക്ക് സന്തോഷം വരാൻ വേണ്ടിയിട്ട് മോളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയെ ഈ LED അങ്കിൾ കൊണ്ടുവരാം. ഞങ്ങളെല്ലാവരും കൂടെ കൊണ്ടുവരാൻ ആവാഹിച്ച് കൊണ്ടുവരാൻ പോവാം. റെഡിയാണോ? നോക്കിക്കോളൂ. ചങ്ക് അല്ലേ? വളരെ ഇമോഷണൽ ആയിരുന്നു കേട്ടോ. കാരണം മോടെ ആ എന്താണ്, മോൾ ഇപ്പോഴാണ് മോളായത്. തബല വായിക്കുമോ മോള്? ഇല്ലില്ല, വെറുതെ ഒരു എന്താണ് കൂട്ടുകാരിയുടെ പേരെന്താണ്? എന്റെ പേര് ഫാത്തിമ അൻഷി. ഫാത്തിമ, സുഖമാണോ? സുഖം തന്നെ. ഫാത്തിമ എവിടെയാ താമസിക്കുന്നത്? ഞാനിപ്പോ മലപ്പുറം ജില്ലയിലാണ് താമസിക്കുന്നത്. അതെ.
അതെ. ഒന്നിച്ച് പഠിക്കണ്ട. അല്ല, ഞങ്ങള് മുമ്പ് ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊരുമിച്ച് ഞങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടായൊരു തീർച്ചയായിട്ടും ഫ്രണ്ടും ഭയങ്കര മെഡിക്കാണ് അല്ലേ, ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുള്ള ആളല്ലേ. ഫാത്തിമയുടെ ഒരു 4 വരി നമുക്കൊന്ന് കേട്ടാൽ കൊള്ളാം. ഫാത്തിമ, ഒരു 4 വരി നല്ലൊരു പാട്ട്. ഓക്കെ. എത്ര ശ്രുതി എത്ര വേണം? ഒരു ഡി. ഒരു ഡി മതിയോ? ഒരു ഡി. ഫാത്തിമയ്ക്ക് ഒരു ഡിയോട്. Coming over my direction, so thankful for that, such a blessing, yeah. To never situation in heaven, yeah. Whoa, whoa, you are my sunrise on the darkest day. Got me feeling some kind of way. Made me wanna savor every moment slowly, slowly. You feed me till I'm ill, how to put it on. Got the only key, know how to turn it on. Every nipple on my ear, only wants to wanna hear. Maybe take it slow so we can let slow through. But it's telling me just so you me that. Maybe I should come the boy I'm on the plan. Solo que pensar es este little puso. Oh yeah, yeah. Ya me está costando matarla nomás. Todo mi sentido va pidiendo más. Este que te malo sin ningún apuro. Despacito, quiero respirar tu pedo despacito. Deja que te diga cosas al oído, para que te botes si no estás conmigo. Despacito, quiero respirar de besos despacito. Fórmale paredes de tu laberinto, hacer de tu cuerpo todo manuscritos. Oh, quiero que manate, pero que no sé tu ritmo. Que le enseñes de mi boca. Déjame saber pasarte horas de peligro, hasta provocando ojitos, que me des tu besito. Si te pido me dámelo, no sé qué estás pensando, todo te pide dándolo, me toca pidándolo. Sabe que tu corazón conmigo está cebando, sabe que esa diva está buscando de mi banda. Me beba de mi boca para ver cómo te sabe. Quiero ver que tu amor es vitecado. Yo no tengo presión, le quiero dar el pie. Empezamos de pesar la jantiar bulaya, sulle पुकार bulaya, तू ही तो यार bulaya. मुर्शिद मेरा तेरा मुकाम कमरे, सरहद की बार bulaya, पर्वत यार bulaya. हाफिज तेरा मुर्शिद मेरा. Despacito, quiero respirar tu pedo despacito. Deja que te diga cosas al oído, pero que no importa si no estás conmigo. Oh, quiero que manate, pero quiero ser tu ritmo. Que le enseñes a mi boca lugares favoritos. Pasito a pasito, suavecito, le vamos picando poquito a poquito. Cuando tú me besas, tú eres mi belleza. Tú quieres malicia, tonda la cabeza. Un shot, രണ്ടാസ്തികൾ എല്ലാം സുലഭി പൂനാൽ പോതുമാ. അവസാനം തമിഴാണോ ഇത്? അടിപൊളി അടിപൊളി അടിപൊളി. താങ്ക് യു. ഇതെന്ത് ഭാഷയായിരുന്നു? ആദ്യം നമ്മള് സ്പാനിഷും ഇംഗ്ലീഷും ഹിന്ദിയും തമിഴും കൂടി മിക്സ് ചെയ്തൊരു പാട്ടാണ്. എല്ലാം വന്നവിടെ അല്ലേ? Despacito അല്ലേ? Yes, Despacito. എന്റെ ഫേവറേറ്റ് സോങ് ആണത്. Despacito. ആ അടിപൊളി, അസലായിട്ട് പാടി കേട്ടോ മോളെ. താങ്ക് യു. വെരി ഗുഡ്. അല്ല, ഈ നമ്മുടെ കൂട്ടുകാരിയുടെ കണ്ണില് വെള്ളമൊക്കെ നിറഞ്ഞല്ലോ, എന്ത് പറ്റി? അത് ഹർഷബാഷ്പം തൂകിയോ? ഞങ്ങള് അവളെ കണ്ടപ്പോ എനിക്ക് ഒരു ഇമോഷണലായി. ഞങ്ങള് താമസിക്കുന്നത് അടുത്തൊന്നുമല്ല, കൊറേ ദൂരെയാണ്. ഇപ്പൊ കുറച്ചു മുമ്പ് കുറച്ചും കൂടി അടുത്തായിരുന്നു, ഇപ്പൊ കുറച്ച് ദൂരെയാണ്. അപ്പൊ കൊറേ ആയി കണ്ടിട്ട്. അത് എപ്പോഴും അങ്ങനെയാണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതായത് ഫിസിക്കൽ ഡിസ്റ്റൻസ് അതൊരു ഡിസ്റ്റൻസ് അല്ല, മനസ്സിന്റെ ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസ്. രണ്ട് മനസ്സുകൾ തമ്മിൽ ഒരുപാട് ദൂരെയാണെങ്കിൽ ഒട്ടും ഇന്റിമേറ്റ് അല്ല. പക്ഷെ രണ്ട് മനസ്സുകൾ എപ്പോഴും ഒന്നിച്ചാണെങ്കിൽ ഡിസ്റ്റൻസ് ഇല്ല. എത്ര ദൂരെയാണെങ്കിലും പ്രശ്നമില്ല.
അപ്പോൾ ദൂരം ഒരു പ്രശ്നമല്ല, മനസ്സിൻ്റെ ദൂരമാണ് പ്രശ്നം. ഇവിടെ മനസ്സിൻ്റെ ദൂരമില്ല. അതാണ് നിങ്ങൾ തമ്മിലുള്ള ഈ സ്നേഹത്തിൻ്റെ, അത് നമ്മളെല്ലാവരും കണ്ട് സന്തോഷിക്കുന്ന കാര്യമാണ് കേട്ടോ തീർത്ഥ. ഫാത്തിമ, അപ്പോൾ ഫാത്തിമയ്ക്ക് ഓൾ ദി ബെസ്റ്റ്. നല്ല നല്ല പാട്ടുകളൊക്കെ പാടട്ടെ. ഈ രണ്ട് ചങ്ക് കൂട്ടുകാരികൾ എപ്പോഴും കൂട്ടുകാരികളായിട്ടിരിക്കട്ടെ. ആ സ്നേഹം എപ്പോഴും ഉണ്ടാവട്ടെ. ആ സ്നേഹം കണ്ട് നമുക്ക് സന്തോഷിക്കാൻ ഇടവരട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഫാത്തിമയ്ക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ഗിഫ്റ്റ് ഉണ്ട്. ശ്രീമാറേട്ടൻ കൊണ്ടുവരുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ഈ പരിപാടി എന്നും കാണാറുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് നിങ്ങളോട് എല്ലാവരോടും ഒരു അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ വരാൻ പറ്റിയില്ല, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഒരു സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെട്ടത്. ഓ, പറഞ്ഞ പോലെ നമ്മള് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഗ്രേഡൊക്കെ മറന്നു കേട്ടോ. ഓക്കെ ഫാത്തിമ, എന്താണ് കൂട്ടുകാരിക്ക് ഏത് ഗ്രേഡാ കൊടുക്കേണ്ടത്? ഞാനും അവളുടെ പാട്ട് കേട്ടപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവള് പാടി. അപ്പൊ എന്തായാലും എ ഗ്രേഡ് കൊടുക്കണം എന്നാണ് എന്റെ. എ ഗ്രേഡ് എന്തായാലും ഞങ്ങൾ കൊടുക്കൂല. നമ്മള് ബി കൊടുക്കൂല, B+ കൊടുക്കൂല, എ ഗ്രേഡും കൊടുക്കൂല. അതിന്റെ മേളിലൊന്നുണ്ട് A+. അത് കൊടുത്താലോ? ഓക്കെ, തീർച്ചയായിട്ടും A+. കൺഗ്രാറ്റുലേഷൻസ്, യു ഗോട്ട് A+. ഒരു കിൽക്കാൻ പറ്റി അങ്ങനെ പറയാൻ പറ്റില്ല. വളരെ സ്മാർട്ടാണ്, വളരെ ടോക്കറ്റീവ് ആണ്, എന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് നമ്മുടെ കിൽക്കാൻ പറ്റി കുട്ടി. അതെ, ലെറ്റ്സ് വെൽക്കം ആവണി. കിൽക്കാൻ പറ്റി എന്താ പരിപാടി? ഭയങ്കര കളർഫുൾ ആയിട്ടാണല്ലോ നിൽക്കുന്നത്. ഫാസ്റ്റ് പാടാനാണ്, പെർഫോമൻസ് റൗണ്ട് ആണല്ലേ? അപ്പോൾ ഹായ്, ഞാൻ ഇന്ന് പെർഫോമൻസ് റൗണ്ടിൽ പാടാൻ പോകുന്നത് CID മൂസ എന്ന ഫിലിമിലെ ചിലമ്പൊലിക്കാറ്റ് എന്ന സോങ് ആണ്. എനിക്ക് ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നത് എൻ്റെ അച്ഛനും അമ്മയാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഗ്രൂമിങ് സെക്ഷനിൽ ചെന്നപ്പോൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നന്നായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡാൻസും ഉണ്ട് ഇന്ന്. എൻ്റെ പാട്ടും ഡാൻസും കാണാം. ചിലമ്പൊലിക്കാറ്റ് ഒന്ന് ചുറ്റി വെടിച്ചാട്ട്, മഴ തുള്ളി തുള്ളിച്ചാട്ട്, മിന്നലെരിഞ്ഞാട്ട്. ചിലമ്പൊലിക്കാറ്റ് ഒന്ന് ചുറ്റി വെടിച്ചാട്ട്,
ചിലമ്പൊലി കാറ്റ് ഒന്ന് ചിട്ടിയടിച്ചാട്ടെ, മഴ തുള്ളി തുള്ളിച്ചാട്ടെ, മിന്നലെറിഞ്ഞാട്ടെ. പാവണി, ഫ്ലവേഴ്സിന്റെ ടോപ്പ് സിംഗറിൽ സുപ്രസിദ്ധ സംഗീത സംവിധായകൻ എം ജയചന്ദ്രന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഡാൻസ് ആണ് അടുത്തത്. എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. സൂപ്പർ ആയിട്ടുണ്ട് സർ വേഷം, പുതിയ വേഷം സൂപ്പർ ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഞാൻ ശ്രീമാറേട്ടനാണ് ഇത് കരുതി വെച്ചത്. എന്റെ അടുത്തായി പോയി, എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ടുണ്ട്. എനിക്കൊരു സംശയം ഉണ്ടാവണേ, ഈ നമ്മുടെ മൂപ്പന്റെ അടുത്ത് അനുവാദം ചോദിച്ചിട്ടാണോ ഈ പെർഫോമൻസ് നടത്തിയത്? വേണമെങ്കിൽ ഇപ്പൊ ചോദിച്ചോളൂ. ആദിവാസി മൂപ്പന്റെ അടുത്ത് അനുവാദം ചോദിച്ചിട്ടേ ഇത്തരത്തിലുള്ള പെർഫോമൻസ് പാടുള്ളൂ. അപ്പൊ ചോദിച്ചിട്ടാണോ ചെയ്തത്? അല്ല, അപ്പൊ പിന്നെ ഗ്രേഡ് ഒന്നും മാർക്കൊന്നും കിട്ടാൻ സാധ്യതയില്ല കേട്ടോ. ഇപ്പൊ ചോദിക്കാം. ചോദിച്ചോളൂ. ഞാൻ കളിച്ചോട്ടെ. ഓ, അവളൊരു വലിയ അഭിനേത്രിയാണ് കേട്ടോ. അവള് ഡാൻസ് ചെയ്തോണ്ടിരുന്നപ്പോ തന്നെ നല്ല എക്സ്പ്രഷൻസ് ആയിരുന്നു മുഖത്ത്. അപ്പൊ ഒന്നുകൂടെ ആ പെർഫോമൻസ് കാണേണ്ടി വരും, എന്നിട്ട് മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ. അത് ഇദ്ദേഹത്തിന്റെ കൂടെ ഡാൻസ് ചെയ്യണം, നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യണം. എന്നാലും അതിന്റെ ആ ഒരു ഗൽഗതം വരണമെന്നുണ്ടെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്കൊക്കെ ഒരു ഗൽഗതം, ഒരു ഏങ്ങലും ഒക്കെ വരണ്ടേ. അപ്പൊ അതിന് നിങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെ ആ ഗ്രൂപ്പും കൂടെ ചേർന്ന് ചെയ്തു കഴിഞ്ഞാൽ ആരുടെയോ ഒരു തേങ്ങൽ കേട്ടു. മൂപ്പര് ഒരു കാര്യം മനസ്സിലായി. എന്താണെന്നറിയോ? അതായത് ഇപ്പോ എൻ്റെ കൂട്ടത്തിലുള്ള യുവതികളും യുവാക്കളും ഒക്കെ ട്രെൻഡി ആയിട്ടുള്ള സിനിമാറ്റിക് ഡാൻസ് ആണ് കളിക്കുന്നത്. കോറിയോഗ്രാഫി ഒക്കെ മൊത്തം ഒരു വെസ്റ്റേൺ ആറ്റിറ്റ്യൂഡിലാണ്. അതേസമയം മൂപ്പൻ ആഗ്രഹിച്ചത് അതല്ല. പക്ഷെ മോള് പാടിയത് മൂപ്പന് വളരെ ഇഷ്ടപ്പെട്ടു, സൂപ്പറായിട്ട് പാടി. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മിതത്വം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് ആദ്യം അനുവാദം ചോദിച്ചില്ല എന്നുള്ളതിന് ചില മാർക്കുകൾ ഞാൻ കുറയ്ക്കും. എന്നാലും ചില വിട്ടുവീഴ്ചയ്ക്ക് മൂപ്പൻ തയ്യാറാകണം. അല്ല, ആ മിതത്വം പാലിച്ചതിന് വേണ്ടി മിതത്വമായിട്ടുള്ള ഒരു മാർക്ക് കൊടുക്കാൻ, അല്ല ഒരു ഗ്രേഡ് കൊടുക്കാൻ മൂപ്പന് കനിവുണ്ടാകണം. നല്ലൊരു അതിനെക്കുറിച്ച് ഭവതി പറഞ്ഞതനുസരിച്ച് ഞാൻ കൺസിഡർ ചെയ്യുന്നതാണ്, കൂലങ്കഷമായി ചിന്തിക്കുന്നതാണ്. അത് ചെയ്യുന്നതാണ്. അപ്പോൾ മിതത്വത്തിൽ നമ്മൾ കാര്യം ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രത്യേക ടാലൻ്റാണ്. ആവണിക്ക് അതുണ്ട് എന്നുള്ളതാണ്. അത് നല്ല നിറഞ്ഞ കയ്യടിയോടുകൂടി ആവണിക്ക് ഇനിയും നല്ല പെർഫോമൻസസിനുള്ള വേദികൾ ഇവിടെ ടോപ്പ് സിംഗറിൽ ഉണ്ടാവണം എന്ന് മൂപ്പൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മയും ഉണ്ടാവട്ടെ.
ഓൾ ദി ബെസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നില്ല. നന്മകൾ നേരുന്നു എന്ന് പറയുന്നു മൂപ്പൻ. മൂപ്പ ഞാൻ തുടങ്ങിക്കോട്ടെ? അതിനും അനുവാദം ചോദിക്കണമല്ലോ. അല്ല, മൂപ്പന്റെ അനുവാദത്തോടു കൂടി ആവണിയുടെ പാട്ടിനുള്ള അഭിപ്രായങ്ങളൊന്ന് പറയാൻ അനുവാദം ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നു. തീർച്ചയായിട്ടും അത് പറയാം. പക്ഷേ താങ്കൾ ഈ വടി താങ്കൾ പിടിക്കണം. ഓ, ഈ വടി പിടിച്ചോണ്ടാണോ ഈ പറയണ്ടേ? അപ്പൊ മോളെ, ഞാൻ ഈ വടിയോട് ചോദിക്കാം, മോളെങ്ങനെ പാടിയെന്ന്. മൂപ്പന്റെ വടി എങ്ങനെ പാടി മോള്? വടി പറയുന്നു അപാരമായിട്ട് പാടി. മൂപ്പന്റെ വടി ആ നാനി നാനി നൂനെ, അത് ശരിയായോ? വടി പറയുന്നു ശരിയായില്ല എന്ന്. അപ്പം അതൊന്നുകൂടെ പഠിക്കുള്ളൂ. ആ നാനി നാനി നീ വടിയെ ശരിയായോ? ഇപ്പൊ ശരിയായെന്ന് പറയുന്നു. മോളുടെ ഡാൻസും മോളുടെ ആക്ഷനും എല്ലാം ശരിയായി എന്നാണ് ഇവിടെ ഈ വടി, മൂപ്പന്റെ വടി പറയുന്നത്. ഏതായാലും മൂപ്പന്റെ വടി മൂപ്പന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ആ വടിയോടുകൂടി മൂപ്പൻ വന്നിട്ട് ഡാൻസ് ചെയ്യും. എല്ലാ അനുഗ്രഹങ്ങളും. ഓൾ ദി ബെസ്റ്റ്. നന്നായിരുന്നു. നീ വടിയെ ചൊല്ലി തർക്കം വേണം. ഇപ്പോഴാണ് വടി കൊടുത്ത് അടി വാങ്ങിച്ചു. ആവണിക്കുട്ടി എന്തോ അടിപൊളി. ആവണിയുടെ പെർഫോമൻസ് കാരണമാണ് നമുക്കൊക്കെ ഇങ്ങനെ കുറെ ഹാപ്പി മൊമെന്റ്സ് ഉണ്ടായത് കേട്ടോ. താങ്ക് യു. സൂപ്പർ ആയിരുന്നു മോളെ, ഭയങ്കര കളർഫുൾ ആയിരുന്നു. ഇതിന്റെ നമ്മുടെ കോറിയോഗ്രഫി ഒരു രക്ഷയില്ല മാസ്റ്റർ. കാരണം എന്ന് വെച്ചാൽ എല്ലാ പെർഫോമൻസിലും എന്ത് രസമാണ്. അവർ കോസ്റ്റ്യൂംസ് ആവട്ടെ, പെർഫോമൻസ് ആവട്ടെ, ഭയങ്കര റിച്ചാണ്. മോള് നല്ല ഭംഗിയായിട്ട് പാടി, നല്ല മൂവ്മെന്റ്സ് ആയിരുന്നു. എല്ലാ സ്ഥലവും നന്നായിട്ട് പാടി. ഈ മൂപ്പന്റെ വടി കുറഞ്ഞ 1-2 സ്ഥലങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ ഭംഗിയായിട്ട്. മൂപ്പന്റെ വടി എന്ന് പറയുമ്പോ അതെന്ത് മോശപ്പെട്ട വടിയോ? സാർ അങ്ങനെ പറയരുത്. കാരണം നമ്മുടെ ഏറ്റവും മലയാളത്തിന്റെ ഒരു മികച്ച സംഗീത സംവിധായകൻ ആ വേഷത്തിൽ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. സാർ എന്ത് എളുപ്പത്തിലെ ഭാരം വെക്കണമെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പോയാൽ മിക്കവാറും മൂപ്പൻ വടിയാവും. അപ്പൊ ആവണിക്കുട്ടി സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. നമ്മളിപ്പോൾ മല ഇറങ്ങി, നമ്മുടെ നല്ല ഹെയർ സ്റ്റൈല്. പിന്നെ പാടിയപ്പോൾ ഇപ്പോൾ പിന്നെ ജയചന്ദ്രൻ മാഷ് പറഞ്ഞതുപോലെ, സോറി മൂപ്പൻ പറഞ്ഞതുപോലെ കോട്ടൺ സൂട്ട് വിട്ട മൂപ്പൻ പറഞ്ഞതുപോലെ ആ ഡാൻസ് ഫുൾ ടൈം ആ താളം ഉണ്ടായിരുന്നു അദ്ദേഹത്ത്. പക്ഷെ കറക്റ്റ് ആ പാടുന്നതിന് മുൻപ് ബുദ്ധിപരമായിട്ട് ആ ഹെവി മൂവ്മെൻറ്റ്സിൽ നിന്നും ഒഴിഞ്ഞു മാറി വന്നത് അതൊക്കെ നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് എപ്പോഴും അത് ശ്രദ്ധിക്കുകയും വേണം. ഫുൾ ടൈം ആ താളം ഉണ്ടായിരുന്നു. നല്ല രസമായിട്ട് പാടി. കൊറിയോഗ്രാഫി എന്ന് പറയുന്ന ആ ഡാൻസേഴ്സ് ആ ഫുൾ പാട്ടിന് അവരുടെ എനർജി, അവരെ ആവണിയുടെ ഗ്രേഡ് എന്താണ്? വടി ആവണിയുടെ ഗ്രേഡ് എന്താണ്? കൺഗ്രാറ്റുലേഷൻസ് ആവണി, ഗോട്ട് എ ഗ്രേഡ്. അപ്പോൾ എ ഗ്രേഡുമായിട്ട് ആവണിക്കുട്ടി വന്ന വഴിയെ ടോപ്പ് സിംഗറിന്റെ വേദിയിൽ പെർഫോം ചെയ്യാൻ വരുന്നത് ഒരു കിഡിലൻ പെർഫോമൻസുമായിട്ട് നമ്മുടെ മനം കവർന്ന സ്പൈഡർമാൻ ആണ്. സോ ലെറ്റ് മീ വെൽക്കം ഋതുരാജ്. ഋതുരാജേ, ഇങ്ങനെ പറന്ന് മുകളിലേക്ക് പോയതല്ലേ അന്ന്? എന്നിട്ട് എപ്പോ എത്തി താഴെ? എപ്പോഴോ എത്തി. ഞാൻ വെച്ചു അങ്ങനെ പോയി കാണുന്ന അച്ഛന്റെ കൂടെ സ്പൈഡർമാൻ. ഞാൻ പോയില്ല. ഫേവറേറ്റ് റൗണ്ടിൽ ഞാൻ ഇന്ന് പാടാൻ പോകുന്ന വിജയ് യേശുദാസ് പാടിയ സ്പിരിറ്റ് സിനിമത്തെ മഴ കൊണ്ട് മാത്രം എന്ന് പറഞ്ഞ സോങ്. ഒരു വീട്ടിലെത്തിയ കുറേ അച്ഛൻ ഇങ്ങനെ പഠിപ്പിച്ച് തരുന്നുണ്ട്. ഒരു ഗ്രൂമിങ്ങിന് എന്നോട് ചിലപ്പോൾ നീട്ടി പോകുന്നൊക്കെ പ്രശ്നമുണ്ട്. അതൊക്കെ ഞാൻ
ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ എന്തായാലും എല്ലാം ചെയ്ത് എങ്ങനെയായാലും ഇത് മാർക്ക് മേടിക്കും. ഗ്രൂമിങ് ഇല്ലാത്ത സമയത്ത് ഞാനും ശ്രീഹരിയും കൂടെ കളിക്കും. നമ്മുടെ സ്പൈഡർമാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഋതുവിനെ ടി വിയിൽ കണ്ടിട്ട് എത്ര പേരാ ചോദിക്കുന്നത്? ഋതുവിനെ ഋതുവിന്റെ അച്ഛനെ രണ്ടാളിനെ എല്ലാരും പേടിച്ചു പോയി. ഇങ്ങനെ മോനെ കൊണ്ടിട്ട് അച്ഛൻ മോളിലേക്ക് കയറി കൊണ്ടുവന്നിട്ട്. ഞാൻ പേടിച്ചില്ല, അച്ഛൻ മുറുക്കി പിടിച്ചോടാ. ടി വിയിൽ കണ്ടിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഓ എനിക്ക് ഇഷ്ടപ്പെട്ടു. പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഓ ഇപ്രാവശ്യം ആയാലും നന്നായി പാടുവോ? ഓ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സാർ സാറിനെ വിളിക്കണ്ട. സാറിനെ കാണുമ്പോൾ സാറൊന്ന് വിളിച്ചു പോകണം സാർ. ഇന്ന് റിച്ചു വിളിക്കാൻ മതി, സാറിന് വിളിക്കണ്ട. സാറൊന്ന് വിളിക്കണ്ട. പിന്നെ എന്ത് വിളിക്കണം? റിച്ചു വിളിച്ചാൽ മതി. ഷൂന്ന് വിളിച്ചാ മതി. ഋതു ആ ഏത് പാട്ടാ പാടുന്നേ? മഴ കൊണ്ട് മാത്രം. ഇങ്ങനെ ചോദിച്ചാൽ മതിയോ? മഴ കൊണ്ട് മാത്രം. ഞാൻ ഇങ്ങനെ ചോദിച്ചാൽ മതിയോ? ഇങ്ങനെ വിളിച്ചാ മതിയോന്ന്. ഋതു എന്ന് വിളിച്ചാൽ മതി. ശരിയല്ലല്ലോ. ആ സാറേ ഏത് പാട്ടാ പാടുന്നത് സാർ? മഴ കൊണ്ട് മാത്രം. മഴ കൊണ്ട് മാത്രമോ? വേറെ ഒന്നുകൊണ്ടും പറ്റത്തില്ലയോ? അതല്ല, അച്ഛൻ സെലക്ട് ചെയ്തെന്ന പാട്ടാണ്. അച്ഛൻ ചില പലതും കാണിക്കും. അച്ഛൻ പണ്ട് സ്പൈഡർമാനായിട്ട് വന്നു, മേലിൽ പോയി താഴെ വന്നു. ആ അച്ഛൻ പറയുന്ന പാട്ട് എന്തിനാ പാടുന്നേ? മോന്റെ പാട്ടല്ലേ മോൻ പാടണ്ടേ? ആ മഴ കൊണ്ട് മാത്രം തന്നെയാ അവിടെ. മഴ കൊണ്ട് മാത്രമാണ്. പക്ഷെ അച്ഛൻ പറഞ്ഞ എന്തിനാ പാടുന്നേ? അച്ഛനാ സെലക്ട് ചെയ്തെന്ന പാട്ട്. ആണോ? ആ പഠിച്ചോ നന്നായിട്ട്? ഓ ഉള്ളം പഠിച്ചു. അപ്പൊ നോക്ക്, റിഹേഴ്സൽ നോക്കിയിട്ട് നന്നായിട്ട് പാടും കേട്ടോ. മോനിത് പാടിക്കേ. പാ പാ പ മാമ പാപ്പ പാപ്പ മാമ മഗഗ മഗഗ രീരി ഈരി സാ സാ സാസ പാ സാ സ സാ. പസ പസ സസ. ചിരിക്കല്ലേ, ഗുരു പറഞ്ഞിരുമ്പോ ചിരിക്കാൻ പാടില്ല. പാ സാ സ സാ. പസ സസ. ഇതെന്താണ്? ഇതെന്തുവാ? തരികമ്മ പഠിപ്പിക്കുന്ന പോലെ. മോനെ ഇതിന്റെ സ്വരാക്ഷരങ്ങളാണ്. ആ മനസ്സിലായി. എന്ത് മനസ്സിലായി? മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിരതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവൻ തിരികളുണ്ടാത്മാവിനുള്ളിൽ.
നല്ല ഭാവിയുണ്ട് കേട്ടോ, ഭാവി, നല്ല ഭാവിയുണ്ട്. ഒരു ഫ്ലൈയിങ് കിസ് കോമ്പറ്റീഷൻ ആയിരുന്നു എന്ന് അതെ തോന്നുന്നു. അതെ, നമുക്ക് പല സംഭവങ്ങളുള്ളതാണ്. ഈ ടോപ്പ് സിംഗേഴ്സ് എന്ന് പറയുന്നതിനകത്ത് പാട്ട് മാത്രമല്ല, ഒരു ഉത്സവമാണ് ഇത്. അതായത് കണ്ണുകൊണ്ടും കാതുകൊണ്ടും കേൾക്കുന്നവർക്ക്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആനന്ദകരമായിട്ടുള്ള നിമിഷങ്ങളാണ്, ഉത്സവമാണ്. ഇത് വെറും ഉത്സവമല്ല, ഉത്സവമാണ്. ഉത്സവം. ഋതുരാജ് സാറൊന്നും ഇനി ഞാൻ വിളിക്കുന്നില്ല, കാരണം സാറിനെക്കാട്ടി വലിയ ആളായി. മഴ കൊണ്ട് മോന്റെ രീതിയിൽ, മോന്റെ കഴിവിന്റെ പരമാവധി മോൻ അപാരമായിട്ട് പാടിയിട്ട് ചില സ്ഥലങ്ങളൊക്കെ ഗംഭീരമായിട്ട് പാടി. താങ്ക് യു. ഇപ്പൊ എത്ര വയസ്സായി? 6 6 അല്ലേ? ഞാൻ വിചാരിച്ചു 4 ആയി കാണത്തുള്ളന്ന്. ഞാൻ UKG LKG പഠിക്കുന്നത്. പിന്നെ? ഞാൻ 1-ലാ. ഓ, ഒന്നി അല്ലേ? ഒന്നി പഠിക്കുന്ന 1-ൽ. ഒന്നി എത്ര പഠിക്കുന്ന? ഒന്നിൽ. അത് ശരി. 1-ൽ പഠിക്കുന്ന കുട്ടി ഇത്രയും പാടുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാനൊരു വലിയ കൈയടി തരുന്നു. താങ്ക് യു. ഋതു പാടുമ്പോഴത്തേക്കും നമ്മൾ പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, ഈശ്വരനെ എങ്ങനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ ഈ കുഞ്ഞുങ്ങൾ പാടുമ്പോൾ ആണ് ശരിക്കും ഈശ്വരനെ നേരിട്ട് കാണുന്നത്. ഇപ്പൊ താങ്ക് യു. എന്താ താങ്ക് യു എന്നല്ലേ പറഞ്ഞുള്ളൂ. അപ്പോൾ അങ്ങനെ ഈശ്വരനെ കാണാൻ പറ്റുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു, ഈ കുഞ്ഞിന് ഒരുപാട് സംഗീതം നിറച്ച് കൊടുത്ത് ഇവനെ വലിയൊരു പാട്ടുകാരനാക്കണം. അതുകൊണ്ടല്ലേ ഞാൻ പാട്ടുകാരനായത്. കിട്ടിയോ? കിട്ടിയല്ലോ. സമാധാനമായല്ലോ. സമാധാനമായല്ലോ. സന്തോഷ് ട്രോഫി. അല്ല, നേരത്തെ ഇങ്ങനെ ഗുരുക്കന്മാര് അനുഗ്രഹിക്കും എന്ന് നേരത്തെ അറിഞ്ഞുകൊണ്ട് ഞാൻ പാട്ടുകാരനായി. അങ്ങനെയല്ലേ മക്കളെ? അതാ പറഞ്ഞു. ഒരു അച്ഛൻ ഇങ്ങനെ പാടുന്നോണ്ടേ ഇങ്ങനെ കേട്ട് പഠിക്കുക. കേട്ട് ചോദിച്ചു പോവാന്ന് പറയുന്നത് കേട്ട് പഠിക്കും. ഓക്കെ, ഒരു സാഗരത്തിന്റെ വലിയൊരു ഭാഗവതരായിട്ടാണല്ലോ അവിടെ പാടിയത്. അതെങ്ങനെ പാടിയ? അത് അച്ഛൻ പഠിപ്പിച്ചെന്ന്. എങ്ങനെ എനിക്ക് പടി മതി. അതെങ്ങനെ ഒരു സാഗരത്തിന്റെ എങ്ങനെ പാടുന്നത്? അച്ഛൻ അതെങ്ങനെ അച്ഛൻ പഠിപ്പിച്ചത്? എങ്ങനെയാ? ഒരു സാഗരം ഇപ്പൊ ഒരു സായി പോയി. അതല്ല, അങ്ങനെയല്ല നേരത്തെ പാടിയത്. ഒരു സാഗരത്തിൻ മിടിപ്പുമായി. അത് ഉഗ്രനായിരുന്നു കേട്ടോ അവിടെ ഒറിജിനൽ പാടിയത്. ഒരു സാഗരത്തിൻ മിടിപ്പുമായി. ഇപ്പൊ ഞാൻ വിചാരിച്ചു, അയ്യോ വലിയ ഭാഗവതരാണല്ലോ ഈ വന്നു നിൽക്കുന്നത്. ഭാഗമൊന്നുമല്ല, ഇത് വെറും പാട്ട്. ഭാഗമൊന്നുമില്ല, ഇതൊരു വേറെ പാട്ട്. അപ്പൊ 1-ാം ക്ലാസ്സുകാരന് 1 മാർക്കാണ് തരേണ്ടത് അല്ലേ? അയ്യോ അല്ലേ? എന്ത്? 2 പഠിക്കുകയാണെങ്കിൽ 2, 3 പഠിക്കുകയാണെങ്കിൽ 3, 10 പഠിക്കുകയാണെങ്കിൽ 10, 8 പഠിക്കുകയാണെങ്കിൽ 8. 8 അല്ല 8. അപ്പൊ 10 എന്ന് പറഞ്ഞാല് 10 അല്ല 10. കോഴിക്കോടുകാരൻ മലയാളേ പറയൂലേ, അല്ലാണ്ട് ചൈനയിലെ പോലെ ഇംഗ്ലീഷ് ഒന്നും പറയില്ല. ചൈനയിലെ പോലെ ഇംഗ്ലീഷ് പറയില്ല. ചൈനയിൽ ഇംഗ്ലീഷാണോ പറയുന്നത്? ചൈനക്കാർക്ക് ഇംഗ്ലീഷേ അറിഞ്ഞൂടാ. നമ്മൾ ആംഗ്യത്തിലാ എല്ലാം വാങ്ങിക്കുന്നത്. ഇംഗ്ലീഷ് അല്ലാണ്ട് തമിഴ് പറയൂ. ഇംഗ്ലീഷ് മാത്രമേ പറയുള്ളൂ. റിച്ചു ഓ അസലായിട്ട് പാടിട്ടാ. വലിയ പാട്ടാണ്. എന്താ പറയാ, റിച്ചുവിന് മനസ്സിലാവണേക്കാളും വലിയ പാട്ടാണ്. ആ വലിയ പാട്ടൊക്കെയാണ്. ആണ് എടുക്കലിന് മിണ്ടാണ്ടിരിക്കണം. കുറെ നേരായി. ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കും അല്ലേ? തിരുത്തും. അതാ പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം 2 വർഷം കഴിയുമ്പോഴേക്കും ഋതു സൂപ്പർ സിംഗർ ആയിരിക്കും കേട്ടോ. കണ്ണാ, ഗാനമേളക്കൊക്കെ ഫസ്റ്റ് കിട്ടിയവനെ. ഗാനമേളക്കൊക്കെ ഫസ്റ്റ് ആണ്. എന്ത് പാടി ഗാനമേള? എല്ലാ സ്ഥലത്തൊക്കെ ഉണ്ടാവില്ല, കല്യാണത്തിലൊക്കെ. അതിന് ഫസ്റ്റ് വാങ്ങി ഞാനോ. ഈ 6 കൊല്ലത്തിനിടെ എത്ര ഗാനമേള പാടി? കൊറേ ഗാനങ്ങൾ ഞാൻ ഈയിടെ എൻ്റെ അടുത്ത് അങ്കിൾ ഒരു രഹസ്യം പറഞ്ഞു. ഞാൻ ആ രഹസ്യം ഒന്ന് ചോദിച്ചോട്ടെ? അതായത് രാത്രിയിലേ കിടന്ന് മുള്ളാറുണ്ടെന്ന് പറഞ്ഞു. ശരിയാണോ? ഇല്ല, ശീലങ്ങളൊക്കെ നിർത്തി. അയ്യോ, ഉണ്ടായിരുന്നല്ലേ? ചെറുതാവണല്ലേ.
കുഞ്ഞു കാവ്യം പോലെ. കുഞ്ഞു വാവ ഇപ്പൊ വലിയ വാവയാ. മോനെ ഓ കോഴിക്കോട്ട് എവിടെയാ മോന്റെ വീട്? കോഴിക്കോട് ചെറുകുളത്തൂർ മെഡിക്കൽ കോളേജിനടുത്ത്. ആ, ഞാൻ ഒരുപാട് ഷൂട്ടിങ്ങിന് വന്നിട്ടുള്ള സ്ഥലമാണ്. എനിക്ക് ഒരുപാട് പരിചയക്കാരുണ്ട്. മോൻ്റെ പാട്ട് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇത് ഒരുപാട് കുട്ടികളുടെ കൂടെ മോൻ നല്ല പാട്ടുകാരനായിട്ട് മത്സരിക്കുകയാണ്. നല്ല കുട്ടി, ദൈവം അനുഗ്രഹിക്കാം. ഓക്കെ, ഗ്രേഡ് വേണ്ട മോനെ? ഗ്രേഡോ? ഗ്രേഡ് വേണ്ടേ? എന്താ മാർക്ക് പോലത്തെ ഒരു ഐറ്റമാണ് ഗ്രേഡ്. ആ ഗ്രേഡ് വേണോ? വേണ്ടി വരും. ഗ്രേഡ് വേണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. ഓക്കെ. ഒരു നാരങ്ങയ്ക്ക് 1 രൂപ. അപ്പൊ 2 നാരങ്ങയ്ക്ക് എത്ര രൂപ? 2 നാരങ്ങയ്ക്ക് 2 രൂപ. അപ്പൊ എ ഗ്രേഡ്. എ ഗ്രേഡ്. എ ഗ്രേഡ്. കൺഗ്രാറ്റുലേഷൻസ്, എ ഗ്രേഡ്. താങ്ക് യു. നല്ല ഗ്രേഡ് ആണ് കേട്ടോ, അല്ലേ? അതൊന്നും മനസ്സിലായില്ല കേട്ടോ. എ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ എങ്കിൽ എ, ഇപ്പൊ സി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സി ഗ്രേഡ്. മോനെ മിടുക്കനായി. എ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ വലിയ ഗ്രേഡാ കേട്ടോ. അപ്പൊ അടുത്ത തവണ ഇതിനെക്കാട്ടി നന്ദി. ഇന്ന് നമുക്ക് ഒരുപാട് നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ആരാണ്? ഇന്ന് മോള് പറഞ്ഞ മാതിരി എല്ലാവരും ഇങ്ങനെ കട്ടക്ക് പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ നമ്മുടെ ബെസ്റ്റ് പെർഫോമർ തീർത്ഥ. Yes, തീർത്ഥ. Welcome. സന്ധ്യകൾ ചാലിച്ച് സിന്ദൂരം ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട് ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച് സിന്ദൂരം ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട്. ഇതിലൊരു കീഴ്വഴക്കമുണ്ടല്ലോ, അത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരിച്ചവിടെ എത്തിക്കാന്നുള്ളത്. തിരിച്ചു കൊടുത്തേരെ. ആകെ 2 തൊപ്പിയും 1 ക്രൗൺ. പ്രേക്ഷകരോടായിട്ട് പറയാണ്, ഇത് വെറുതെ ഒരു തമാശ എന്ന് പറയുന്നതാണ്.